നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. 7 പേർക്ക് പരിക്ക്. ലോറി ഡ്രൈവറും ക്ലീനറും അറസ്റ്റിൽ. ലോറിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. നാട്ടികയിൽ അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ 3 പേരുടെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 പേരുടെയും മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലെ തകരാറിലായ സ്പൌട്ടുകൾ അറ്റകുറ്റപ്പണി നടത്തി കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം. സ്പൌട്ടുകൾ തുരുമ്പെടുത്ത് നശിച്ചതിനാൽ കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നില്ലെന്ന് കർഷകർ. തൃപ്രയാർ ഏകാദശി ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ നടന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ 15 ആനകൾ അണിനിരന്നു. വാർത്തകൾ വിശദമായി. നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് പാഞ്ഞുകയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. 7 പേർക്ക് പരിക്ക്. പാലക്കാട് മീങ്കര ഡാം ചെമ്മനംതോട് കോളനി നിവാസികളായ 50 വയസ്സുള്ള കാളിയപ്പൻ, 4 വയസ്സുള്ള ജീവൻ, 39 വയസ്സുള്ള നാഗമ്മ, 20 വയസ്സുള്ള ബംഗാരി, 1 വയസ്സുള്ള വിശ്വ എന്നിവരാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. ജീവയുടെ അമ്മ ചിത്ര, ബന്ധുക്കളായ ദേവേന്ദ്രൻ, ജാൻസി, വിജയ്, ശിവന്യ എന്നിവരാണ് ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. നാട്ടിക JK തിയേറ്ററിനടുത്ത് ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് തടി കയറ്റി പോയിരുന്ന ലോറിയാണ് ബാരിക്കേഡ് മറികടന്ന് അപകടമുണ്ടാക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ലോറി ഡ്രൈവർ ജോസ്, ക്ലീനർ അലക്സ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. മനഃപൂർവ്വമായ നരഹത്യക്കാണ് ഇരുവർക്കെതിരെയും കേസെടുത്തത്. ലൈസൻസ് ഇല്ലാത്ത വാഹനത്തിന്റെ ക്ലീനർ അലക്സാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. വൈദ്യപരിശോധനയിൽ ഇരുവരും മദ്യപിച്ചിരുന്നതായും തെളിഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു എന്നിവർ അപകടസ്ഥലം സന്ദർശിച്ചു. ലോറിയുടെ ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്നും ഇയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നും കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. വണ്ടി ഓടിച്ചിരുന്ന ആൾ നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇടിച്ച് ഇങ്ങോട്ട് കയറിയത്. കാരണം നല്ലോണം കവേർഡ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് വണ്ടി വരാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ അതാണ് ഇടിച്ച് കയറിയിട്ടുള്ളത്. അപ്പം ഡ്രൈവറും ക്ലീനറും വണ്ടിയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. എന്തായാലും ഈ സംഭവത്തിനെക്കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിനോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് വേണ്ട നടപടി ഇതിൻ്റെ പുറത്ത്. ലോറി ജീവനക്കാർ മാഹി മുതൽ മദ്യപിച്ചിരുന്നുവെന്ന് മൊഴി നൽകിയതായി സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ പറഞ്ഞു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളതെന്നും കമ്മീഷണർ പറഞ്ഞു. മനസ്സിലായത് ഇവര് കണ്ണൂരിൽ നിന്ന് മരത്തടികൾ എടുത്തുകൊണ്ട് പെരുമ്പാവൂരിലേക്ക് പോകുന്ന വണ്ടിയായിരുന്നു. ഡ്രൈവർ ഉണ്ടായിരുന്നു, ഡ്രൈവറോടൊപ്പം ക്ലീനർ ഉണ്ടായിരുന്നു. 2 പേരും കസ്റ്റഡിയിലുണ്ട്. 2 പേരും മെഡിക്കൽ പരിശോധന വിധേയമാക്കിയിട്ടുണ്ട്. മദ്യപിച്ചിട്ടുണ്ട് എന്ന് മെഡിക്കൽ പരിശോധന നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. മുൻ കേസുകളിൽ ഉള്ളവരാണ് എന്നും ഒന്നും ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. വണ്ടി ഓടിച്ചത്. നാട്ടികയിൽ അപകടത്തിൽ കർശന നടപടിയുമായി ഗതാഗത വകുപ്പ്. അപകടത്തിനിടയാക്കിയ ലോറിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അറിയിച്ചു. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ലോറി ഉടമയ്ക്ക് നോട്ടീസ് ഉടൻ നൽകും. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നെഞ്ചുപിടയുന്ന കാഴ്ചകളുമായി അപകടസ്ഥലം. ഞെട്ടൽ മാറാതെ നാട്ടുകാർ. അപകടമുണ്ടായ ഉടൻ നിലവിളിയോടെ നാടോടി സംഘത്തിലെ ആളുകൾ അടുത്ത വീടുകളിലേക്ക് ഓടിയെത്തി നാട്ടുകാരെ ഉണർത്തുകയായിരുന്നു. നാട്ടുകാർ അപകട സ്ഥലത്തേക്ക് കുതിച്ചെത്തിയതോടെ കണ്ട കാഴ്ച നെഞ്ചു പിളർന്നതായിരുന്നു. ചോരയിൽ കുളിച്ച് കിടക്കുന്നവരുടെ ദയനീയമായ ദൃശ്യങ്ങൾ. അപകടത്തിൽപ്പെട്ട പലരുടെയും മുഖം തിരിച്ചറിയാൻ സാധിച്ചില്ല. ഛിന്ന ഭിന്നമായാണ് മൃതദേഹങ്ങൾ കിടന്നിരുന്നത്. വസ്ത്രങ്ങളും ബാഗുകളും റോഡിൽ ചിതറിക്കിടക്കുകയായിരുന്നു. നാട്ടുകാർ അറിയിച്ചതോടെ ദേശീയപാതയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിർത്തിയിട്ടിരുന്ന ആംബുലൻസുകൾ അപകട സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. പോലീസും ഉടൻ സ്ഥലത്തെത്തി. തുടർന്ന് അതീവ വേഗതയിലായിരുന്നു രക്ഷാപ്രവർത്തനം. കുട്ടികളുടെയും അമ്മമാരുടെയും കരച്ചിൽ കേട്ടിട്ടും വാഹനം നിർത്താൻ തയ്യാറായില്ലെന്ന് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ദേവി TCVയോട് പറഞ്ഞു. 4 മണിക്ക് ഉണ്ടാകും. 2 ട്രിപ്പാ വന്ന് അയാൾ ഇടിച്ചിട്ട് പോയത്. അവനല്ല അവിടെ കടന്നത്, ഇവന്റെ മേലെ കടന്നത്. ബാക്കിയുള്ള എല്ലാവരും ഒരേ സൈഡാണ് കടന്നത്. അപ്പോൾ അവിടെ വലിയ വലിയ വണ്ടിയെല്ലാം വരും. അപ്പോൾ ഞങ്ങളെ നോക്കൂ. അപ്പോൾ അയാൾക്കെല്ലാം ഞങ്ങൾക്ക് അറിയാം. ഇത് ഒരു 4 മണിക്ക് നല്ല പിറ്റ്, 2 പേർക്കും നല്ല പിറ്റാണ്. പിറ്റത് മൊത്തം ഇടിച്ചിട്ടേ പോയിട്ട് അയാൾ അങ്ങോട്ട് 2 പേരും ഓടിപ്പോയിട്ട് 2 അനിയന്മാർ ഓടി വന്ന് അവനെ 2 പേർക്ക് പിടിച്ചിട്ട് വന്ന് രണ്ടാമത് വണ്ടി റിസൾട്ട് എടുത്ത് മൊത്തം
മൊത്തം. വാഹനം വരില്ലെന്നുറപ്പായിരുന്ന സ്ഥലത്താണ് സംഘം അന്തിയുറങ്ങിയത്. എന്നാൽ വിധി മറിച്ചായിരുന്നു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്നാണ് കാലന്റെ രൂപത്തിൽ തടി ലോറി പാഞ്ഞു കയറിയത്. ഉപജീവനത്തിനായി ചെറിയ ജോലികൾ ചെയ്യാനാണ് ഈ സംഘം 3 മാസത്തിലേറെയായി അപകടസ്ഥലത്ത് തമ്പടിച്ചിരുന്നത്. TCV ന്യൂസ്, തൃശൂർ. നാട്ടികയിൽ അപകടത്തിൽ മരിച്ച 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. കാളിയപ്പൻ, രാജേശ്വരി, ജീവ എന്നിവരുടെ മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലും നാഗമ്മ, വിശ്വ എന്നിവരുടെ മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലുമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മൃതദേഹങ്ങൾ സ്വദേശമായ ചെമ്മനംതോട് കോളനിയിൽ സംസ്കരിക്കാനുള്ള എല്ലാ നടപടികളും പാലക്കാട് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കി. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലെ തകരാറിലായ സ്പൌട്ടുകൾ അറ്റകുറ്റപ്പണി നടത്തി കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ഉയരുന്നു. കനാലിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടാനായി നിർമ്മിച്ചിട്ടുള്ള സ്പൌട്ടുകൾ മിക്കതും വർഷങ്ങളായി തകരാറിലാണ്. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര മെയിൻ കനാലിന്റെ ശാഖയാണ് മറ്റത്തൂർ കനാൽ. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് നിന്ന് ആരംഭിച്ച് മറ്റത്തൂർ, പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചോങ്കുളത്തിലാണ് ഈ കനാൽ അവസാനിക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലൂടെ മാത്രം 18 കിലോമീറ്ററോളം ഒഴുകുന്ന കനാലിനെ ആശ്രയിച്ചാണ് മേഖലയിൽ കൃഷി ചെയ്യുന്നത്. കനാലിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളമൊഴുക്കുന്നതിനായി ഇടയ്ക്കിടെ സ്പൌട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ചെറിയ ഷട്ടർ സംവിധാനത്തോടു കൂടിയുള്ളതാണ് സ്പൌട്ടുകൾ. കനാലിൽ നിന്നുള്ള വെള്ളം സ്പൌട്ടുകളുടെ ഷട്ടർ ഉയർത്തിയാണ് തോടുകൾ വഴി കൃഷിയിടങ്ങളിലേക്ക് ഒഴുക്കുന്നത്. എന്നാൽ ഒട്ടുമിക്ക സ്പൌട്ടുകളും വർഷങ്ങളായി തകരാറിലാണ്. ഷട്ടറുകൾ തുരുമ്പെടുത്തും വശങ്ങളിലെ കരിങ്കൽ കെട്ടിളകിയും സ്പൌട്ടുകൾ നാശോന്മുഖമായതോടെ പലയിടത്തും കനാൽ വെള്ളം അനിയന്ത്രിതമായി കൃഷിയിടങ്ങളിലേക്കും തോടുകളിലേക്കും ഒഴുകുകയാണ്. ചില സ്പൌട്ടുകളിൽ തുരുമ്പെടുത്ത ഷട്ടർ ഉയർത്താനാകാത്തതും കർഷകരെ വലയ്ക്കുന്നു. ചിലയിടങ്ങളിൽ ഷട്ടർ പൂർണ്ണമായി തുരുമ്പെടുത്ത് നശിച്ചുപോയതിനാൽ സദാസമയവും വെള്ളമൊഴുകി പാഴായി പോകുന്ന സ്ഥിതിയുമുണ്ട്. ഇങ്ങനെ വെള്ളം പാഴാകുന്നത് മൂലം കനാലിന്റെ വാലറ്റത്തേക്ക് ശരിയായ തോതിൽ വെള്ളം എത്താത്തതിനും കാരണമാകുന്നുണ്ട്. സ്പൌട്ടുകൾ അറ്റകുറ്റപ്പണി നടത്തി കനാൽ വെള്ളം കർഷകർക്ക് കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ നടന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ 21 ആനകൾ അണിനിരന്നു. കൊച്ചിൻ ദേവസ്വത്തിന്റെ പഴയന്നൂർ ശ്രീരാമൻ ഭഗവാന്റെ തിടമ്പറ്റി. തിരുവമ്പാടി ചന്ദ്രശേഖരൻ വലത്തും ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ ഇടത്തും അണിനിരുന്നു. കിഴക്കൂട്ട് അനിയന്മാരാർ പഞ്ചാരി മേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് സ്പെഷ്യൽ നാഗസ്വര കച്ചേരി, ഓട്ടൻതുള്ളൽ എന്നിവയും ഉണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞ് പഴുവിൽ രഘുമാരാർ നേതൃത്വം നൽകുന്ന ധ്രുവമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശീവേലി നടന്നു. രാത്രി 11:30 വിളക്കെഴുന്നള്ളിപ്പ് നടക്കും. ബുധനാഴ്ച രാവിലെ 2 പഞ്ചവാദ്യം, തുടർന്ന് ദ്വാദശി പണ സമർപ്പണവും രാവിലെ 8 ദ്വാദശി ഊട്ടും നടക്കുന്നതോടെ ഏകാദശി ആഘോഷ പരിപാടികൾ സമാപിക്കും. വാടാനപ്പിള്ളിയിൽ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ലോറി ഡ്രൈവർ മലപ്പുറം കുളത്തൂർ സ്വദേശി ആഷിഖിനാണ് പരിക്കേറ്റത്. മരണവളവിൽ ഇന്ന് പുലർച്ചെ 4:30 ദേശീയപാത നിർമ്മാണത്തിനായി മണൽ കയറ്റി വന്നിരുന്ന ടോറസ് ലോറിയാണ് പറമ്പിലേക്ക് മറിഞ്ഞത്. വാഹനത്തിന്റെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. മുണ്ടൂരിൽ സ്കൂൾ ബസ്സിൽ ലോറി ഇടിച്ച് അപകടം. ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ആമ്പക്കാട് സെന്റ് മേരീസ് സ്കൂളിലെ ബസ്സിലാണ് ലോറി ഇടിച്ചത്. അപകട സമയം സ്കൂൾ ബസ്സിൽ കുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. മറ്റൊരു വാഹനത്തിൽ കുട്ടികളെ സ്കൂളിലെത്തിച്ചു. നിയന്ത്രണം വിട്ട ലോറി സമീപമുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത്. പാർലിക്കാട് റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പൂമരത്തിൽ കയറിൽ കുരുങ്ങിയ നിലയിൽ കണ്ട പക്ഷിയെ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഫയർ ഓഫീസർ ഗോപകുമാറാണ് 30 അടിയോളം ഉയരമുള്ള മരത്തിലേക്ക് കയറി പക്ഷിയുടെ കുരുക്കഴിച്ചത്. അരമണിക്കൂർ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിൽ SFORO കലേഷ് കുമാർ, FRO നിധിൻ ദേവ്,
ഫൈസൽ, സുധീഷ്, എം അശ്വിൻ, MS, ഹോംഗാർഡ് ബാബു എന്നിവർ പങ്കെടുത്തു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പറന്തള്ളി മാനിന റോഡ് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സംരക്ഷണ സമിതി പ്രതിഷേധ ജ്വാല നടത്തി. അടിയന്തര ഗ്രാമസഭ വിളിച്ചുകൂട്ടി റോഡിന്റെ ശോചനീയാവസ്ഥ ചർച്ച ചെയ്യണമെന്നും ഭാവിയിൽ സർക്കാർ പദ്ധതികൾക്ക് റോഡ് പൊളിക്കേണ്ടി വരുമ്പോൾ സമയബന്ധിതമായി റോഡ് പുനർനിർമ്മിക്കുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തണമെന്നും ജനകീയ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ചതിൽ കൂടുതൽ അളവിൽ റോഡ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ കരാറുകാരനെതിരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കണമെന്നും കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ ജനകീയ സംരക്ഷണ സമിതി പ്രസിഡന്റ് KB ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P വിപീഷ്, വാർഡ് അംഗം NS സജിത്, റിട്ടയേർഡ് കേണൽ കരുമത്തിൽ ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. ആശുപത്രി മാനേജ്മെന്റും ഡോക്ടർമാരും ജീവനക്കാരും അടങ്ങുന്ന ആരോഗ്യ മേഖലയെ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ആവശ്യപ്പെട്ടു. ആശുപത്രി അനാസ്ഥയ്ക്കെതിരെ ജനനനീതി സംരക്ഷണ വേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ DMO ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർമാരെ ചോദ്യം ചെയ്യുന്നത് തെറ്റാണെന്നും അത് നിയമവിരുദ്ധമാണെന്നുമുള്ള അവസ്ഥ ശരിയല്ല. മറ്റേതൊരു തൊഴിൽ രംഗത്തെയോ സേവന മേഖലയിലെയോ പോലെ ഡോക്ടറെയും ആശുപത്രി മാനേജ്മെന്റിനെയും ജീവനക്കാരെയും ചോദ്യം ചെയ്യാനുള്ള കാര്യക്ഷമമായ നിയമങ്ങൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിയാണെന്നും നീലകണ്ഠൻ പറഞ്ഞു. ജനനീതി സംരക്ഷണ വേദി ജില്ലാ ചെയർമാൻ വിൽസൺ പണ്ടാരവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഉപഭോക്തൃ ഏകോപന സമിതി ജില്ലാ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ, ജനനീതി സംരക്ഷണ വേദി സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സുചിത്ര, ഭാരത് ജനറൽ കൺസ്യൂമേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് KC കാർത്തികേയൻ, JSV ജില്ലാ വൈസ് ചെയർമാൻ ശശി ആര്യാടൻ തുടങ്ങിയവർ സംസാരിച്ചു. MES കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MES നേതാവ് KK മുഹമ്മദ് ഹസനെ അനുസ്മരിച്ചു. മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, ജില്ലാ സെക്രട്ടറി PK മുഹമ്മദ് ഷമീർ, PB മൊയ്തു, PK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു പ്രദേശമാണ്. കുട്ടികളുടെ മാതൃകാ ഹരിതസഭ തെക്കുംകര പഞ്ചായത്ത് ഹാളിൽ നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, തെക്കുംകര പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്ന വിധി പ്രകാരം ബുധനാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. ക്ഷേത്രം തന്ത്രി ശ്രീരാജ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 8:30 കളഭാട്ടം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് വിശേഷാൽ നിറമാല, ചുറ്റുവിളക്ക്, പഞ്ചവാദ്യം എന്നിവ നടക്കും. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം ബ്രോഷർ പ്രകാശനം കരുമക്കാട് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. ദേശം മുഖ്യ രക്ഷാധികാരി ഉത്തമൻ ചെരോമൽ, ദേശം രക്ഷാധികാരി PB ദിനേശന് ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു. ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ദേശം ജനറൽ സെക്രട്ടറി PN വൈശാഖ്, ജനറൽ കൺവീനർ PK രാജേഷ്, C വേണുഗോപാൽ അണ്ടേങ്ങാട്ട്, ചീഫ് ട്രഷറർ പ്രശാന്ത് പുഴങ്കര തുടങ്ങിയവർ സംസാരിച്ചു. മെഡിസിപ്പ് പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസവും അനുവദിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ നിയോജക മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് TK അനഘദാസൻ അധ്യക്ഷനായിരുന്നു. ദിലീഷ് കൊട്ടിക്കിലിക്കൽ, KK പുഷ്കരൻ, TM കുഞ്ഞുമൊയ്തീൻ, KG ഉണ്ണികൃഷ്ണൻ, ഡേവിസ് സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ വിശ്വാസ പരിശീലന ദിനാഘോഷം നടത്തി. പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ AV ജോളി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, സിസ്റ്റർ എമിൽ റോസ്, പ്രിൻസിപ്പൽ പോളി ജോൺസൺ, ടിൻഡോ ജോസ്, ജനറൽ കൺവീനർ പൈലി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു.
KSBA ലേഡി ബ്യൂട്ടീഷ്യൻ അസോസിയേഷന്റെ സംസ്ഥാന വാർഷിക ജനറൽ ബോഡി യോഗം തൃശൂരിൽ നടന്നു. മുണ്ടശ്ശേരി ഹാളിൽ നടന്ന വാർഷിക ജനറൽ ബോഡി കോർപ്പറേഷൻ കൌൺസിലർ സുബി സുകുമാർ ഉദ്ഘാടനം ചെയ്തു. KSBA ലേഡി ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്യാമ നായർ അധ്യക്ഷത വഹിച്ചു. KSBA സംസ്ഥാന പ്രസിഡന്റ് ES ഷാജി, ലേഡി ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി മിനി കണ്ണൻ, KSBA ജനറൽ സെക്രട്ടറി M ഉമ്മർ, ലേഡി ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരായ രമണിക ജയൻ, സാലി ഷിബു, ട്രഷറർ ലിസി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇത്രയെങ്കിലും ആകാൻ നമ്മുടെ സ്ഥാനത്തെ മാനോളം ഉയർത്തുക പോരാട്ടം പരിശ്രമിക്കണം. ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുവല്ലൂരിൽ കൂത്തുപറമ്പ് അനുസ്മരണ യോഗം നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് NG ഗിരിലാൽ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് K സച്ചിൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് സെക്രട്ടറി ആഷിഖ് വലിയകത്ത്, AR സുഗുണൻ, MM മേഘ്ന തുടങ്ങിയവർ സംസാരിച്ചു. ഈ നാടിനകത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ത്യാഗപൂർണമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് വരും കാലം 2 ദിവസങ്ങളിലായി നടക്കുന്ന CPM പോർക്കുളം ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിന് പ്രതിനിധി സമ്മേളനത്തോടെ തുടക്കമായി. പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം KM നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M ബാലാജി, ഉഷ പ്രഭുകുമാർ, MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സോമൻ, PM സുരേഷ് എന്നിവർ സംസാരിച്ചു. നാളെ വൈകിട്ട് മങ്ങാട് സെന്ററിൽ നടക്കുന്ന പൊതുസമ്മേളനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്യും. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ഹരിത വിദ്യാലയ പുരസ്കാരത്തിന് 7 വിദ്യാലയങ്ങൾ അർഹരായി. സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഏനാമാക്കൽ, ഗവൺമെന്റ് LP സ്കൂൾ വെങ്കിടങ്ങ്, സെന്റ് മേരീസ് LP സ്കൂൾ ഏനാമാക്കൽ, വാണിവിലാസം UP സ്കൂൾ പാടൂർ, GM UP സ്കൂൾ കുണ്ടഴിയൂർ, അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പാടൂർ, ഇരിമ്പ്രനെല്ലൂർ LP സ്കൂൾ ഏനാമാക്കൽ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഹരിത വിദ്യാലയ പുരസ്കാര പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT അബ്ദുൾ മജീദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൂർണിമ നിഖിൽ, പഞ്ചായത്ത് സെക്രട്ടറി ഷൈല ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഇന്ന് പവന് 960 രൂപ കുറഞ്ഞ് 56,640 രൂപയായി. ഗ്രാമിന് 120 രൂപ കുറഞ്ഞ് 7,080 രൂപയായി. 2 ആഴ്ചക്കിടെ 3,500 രൂപ ഇടിഞ്ഞ ശേഷം തിരിച്ചു കയറിയ സ്വർണ്ണവിലയാണ് ഇന്നലെ മുതൽ ഇടിയാൻ തുടങ്ങിയത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 59,080 രൂപയായിരുന്നു സ്വർണ്ണവില. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ ദിനം ആചരിച്ചു. DCC സെക്രട്ടറി V വേണുഗോപാൽ ഭരണഘടനാ സംരക്ഷണ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷത വഹിച്ചു. വിമല സേതുമാധവൻ, ബെർട്ടിൻ ചെറുവത്തൂർ, AK ജോയ്, രാമചന്ദ്രൻ പടയത്ത്, PV കുട്ടപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക അനുകമ്പ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ പ്രഭാഷണങ്ങളും കലാവിഷ്കാരങ്ങളും സംഘടിപ്പിച്ചു. നാരായണ ഗുരുവിന്റെ അനുകമ്പാ ദശകത്തെക്കുറിച്ച് എഴുത്തുകാരൻ PN ഗോപികൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. വിവിധ വിഷയങ്ങളിലായി ഗായിക പുഷ്പവതി, K രാധാകൃഷ്ണൻ, Dr. VK അബ്ദുൾ അസീസ്, Dr. ദിവാകരൻ, Dr. അംബിക, സ്വതന്ത്ര മാധ്യമ ഗവേഷകൻ CS വെങ്കടേശ്വരൻ തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തി. തുടർന്ന് വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ കലാവിഷ്കാരങ്ങൾ അരങ്ങേറി. നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അതെല്ലാം തന്നെ ജലമാണല്ലോ. സൂര്യകാന്തി നൃത്ത സംഗീത സഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സൂര്യകാന്തി ഫെസ്റ്റിവൽ ഈ മാസം 28 മുതൽ ഡിസംബർ 1 വരെ തൃശൂരിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ പുരസ്കാരത്തിന് വീണ വിദ്വാൻ A അനന്തപത്മനാഭൻ, മോഹിനിയാട്ടം ഗവേഷക കലാമണ്ഡലം സുഗന്ധി പ്രഭു എന്നിവർ അർഹരായി. 20,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ സൂര്യകാന്തി നൃത്ത സംഗീത സഭ ഡയറക്ടർ വിജീഷ് കൃഷ്ണ, കലാമണ്ഡലം അക്ഷര ബിജീഷ്, കലാക്ഷേത്ര രാഖി സതീഷ്, G ദീപ, സുധീർ തിലക് എന്നിവർ പങ്കെടുത്തു.
കൊടകര ഫാമേഴ്സ് സഹകരണ ബാങ്കിന്റെ 100ാം വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പൌരന്മാരെ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമനും മികച്ച കർഷകരെ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിവിയും ആദരിച്ചു. കൊടകര സഹൃദയ കോളേജ് NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗോത്രവർഗ നേതാവ് ഭഗവാൻ ബിർസ മുണ്ടയുടെ സ്മരണാർത്ഥം ജൻജാതീയ ഗൌരവ് ദിനാചരണം സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അധ്യാപിക VK രമണി, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ തുടങ്ങിയവർ സംസാരിച്ചു. ഗോത്രവർഗങ്ങളുടെ തനത് കലാരൂപങ്ങളായ പണിയ നൃത്തം, ഇരുള നൃത്തം, നാടൻപാട്ട്, ഗോത്രഭാഷയിലുള്ള ലഘുനാടകം എന്നിവയും അരങ്ങേറി. കലാ കായിക ശാസ്ത്രമേളകളിൽ മികച്ച വിജയം നേടിയ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, വാർഡ് അംഗം MK ജോസ്, SMC ചെയർമാൻ AU മനാഫ്, പ്രധാന അധ്യാപിക KA സുജിനി തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ വാർഷിക പദ്ധതി പ്രകാരം കറവ പശുക്കൾക്ക് കാലിത്തീറ്റയും കന്നുകാലികൾക്ക് ധാതുലവണ മിശ്രിതവും നൽകി. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ കാലിത്തീറ്റ വിതരണം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അലി അധ്യക്ഷത വഹിച്ചു. കറവ പശു കാലിത്തീറ്റയ്ക്കായി പഞ്ചായത്ത് 5 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് 4.97 ലക്ഷം രൂപയും വകയിരുത്തിയതുകൊണ്ട് 108 ക്ഷീര കർഷകർക്ക് 50% സബ്സിഡിയിൽ 12 ചാക്ക് കാലിത്തീറ്റ നൽകുന്നു. ധാതുലവണ മിശ്രിതം 4 കിലോ വീതം 100% സബ്സിഡിയിൽ 83 പേർക്കുമാണ് നൽകുന്നത്. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി പ്രതിഭകൾ നഗരത്തിൽ വിജയാഹ്ലാദ റാലി നടത്തി. സംസ്ഥാന സ്കൂൾ കായികമേള, ശാസ്ത്രമേള വിജയികളും കുന്നംകുളം ഉപജില്ലാ കലോത്സവം HSS വിഭാഗം ഓവറോൾ നേടിയവരും വിവിധ ഉപജില്ല, ജില്ലാ മത്സര വിജയികളുമാണ് നഗരവീഥിയിലൂടെ വിജയാഹ്ലാദ റാലി നടത്തിയത്. പ്രിൻസിപ്പൽ PI റസിയ, HM ഡാർലിമോൾ ഐസക്, കായിക അധ്യാപകൻ PM ശ്രീനേഷ്, അധ്യാപികമാരായ ജ്യോതി ലക്ഷ്മി, അരുണോദയ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ സമ്മേളനം നടന്നു. ഡിവിഷൻ പ്രസിഡന്റ് NS അനിൽകുമാർ പതാക ഉയർത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KF ഡേവിസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് NS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സിനിത് P ബാലകൃഷ്ണൻ, വിനിൽ K ജോണി, PG ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7055 രൂപ, പവന് 56,440 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3278 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. 7 പേർക്ക് പരിക്ക്. ലോറി ഡ്രൈവറും ക്ലീനറും അറസ്റ്റിൽ. ലോറിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. നാട്ടികയിൽ അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ 3 പേരുടെയും മെഡിക്കൽ കോളേജിൽ 2 പേരുടെയും മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലെ തകരാറിലായ സ്പൌട്ടുകൾ അറ്റകുറ്റപ്പണി നടത്തി കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം. സ്പൌട്ടുകൾ തുരുമ്പെടുത്ത് നശിച്ചതിനാൽ കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നില്ലെന്ന് കർഷകർ.
തൃപ്രയാർ ഏകാദശി ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ നടന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ 15 ആനകൾ അണിനിരന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.